നമസ്കാരം, വർഗീസാണ്. ഇന്തോനേഷ്യയിലാണ് ഞങ്ങളിപ്പോൾ. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹാച്ചറിയിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്തോനേഷ്യയിലേക്ക് ആവശ്യമായ സീഡും അതുപോലെ തന്നെ ഫിഷിൻ്റെ കൾട്ടിവേഷൻ, റിസർച്ച് എല്ലാം നടക്കുന്ന റിസർച്ച് സെൻറ്ററാണ് ഇവിടെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നു. ഞങ്ങൾ ബയോഫ്ലോക് സിസ്റ്റം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇതിൽ റെഡ് തിലോപ്പിയാണ്. ഇതിൽ കാണാൻ നിങ്ങൾക്ക് റെഡ് തിലോപ്പിയെ കാണാം. ഇതാ തീറ്റയ്ക്കായിട്ട് വരുന്നു. ബയോഫ്ലോക്കാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൽ റെഡ് തിലോപ്പിയ കണ്ടോളൂ. റെഡ് തിലോപ്പിയ എല്ലാ പോണ്ടുകളിലും നിറയെ ഫിഷുകളുണ്ട്. ഓപ്പൺ എയറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ എടുത്തു പോവുകയാണ്. വീണ്ടും ഡീറ്റെയിൽ എല്ലാം നമ്മൾ അവരിൽ നിന്നും മനസ്സിലാക്കി നിങ്ങൾക്ക് ഫാർമേഴ്സിന് നമ്മൾ അത് പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ IMF സൊസൈറ്റി, ഇൻ്റഗ്രേറ്റഡ് മോഡേൺ ഫാർമേഴ്സ് സൊസൈറ്റിയാണ് ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. ബയോഫ്ലോക് സിസ്റ്റം, അതുപോലെ തന്നെ ബയോഫ്ലോക് സിസ്റ്റത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഗ്യാസ് ഉണ്ട്, അതുപോലെ തന്നെ വെള്ളം കൊള്ളില്ല, വെള്ളം നദികളിൽ പോയാൽ പൊള്യൂട്ടഡ് ആവും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ പല ആളുകളും പല കോണുകളിൽ നിന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയാനാണ് വന്നത്. പക്ഷേ നമ്മൾ റിസർച്ചും നമ്മളുടെ IMF സൊസൈറ്റിയുടെ റിസർച്ചും ഇവരുടെ റിസർച്ചും എല്ലാം സെയിം തന്നെയാണ്. ഇതിലൊരു ഗ്യാസ് ഫോം ചെയ്യുന്നില്ല, ഇതിലൊരു ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുന്നില്ല, ഇതിലൊരു മോശമായ വെള്ളം ഉണ്ടാകുന്നില്ല. ലാക്ടോബാസിലസ് ബാക്ടീരിയ ഉപയോഗിച്ചാണ് ഇതിനെ പ്രവർത്തിക്കുന്നത്. ലാക്ടോബാസിലസ് ബാക്ടീരിയയാണ് ഇതിൻ്റെ മെയിൻ ഡൊമെയിൻ. അപ്പോൾ അത് വെച്ച് ഉപയോഗിക്കുന്ന ബയോഫ്ലോക്കാണ് ഇത്. ഇതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇതിൽ അതാ നോക്കൂ, ഇതിൽ മലേഷ്യൻ വാളയാണ് കിടക്കുന്നത്. മലേഷ്യൻ വാളയെ കാണാം. അതാ മലേഷ്യൻ വാളയെ കാണാം. വെള്ളം മേത്തയാടി, നല്ല വെള്ളം. ഇതാണ് വെള്ളത്തിൻ്റെ കളറ്. മലേഷ്യൻ വാളയാണ് ഈ കിടക്കുന്നത് ഇതിൽ മുഴുവനും. ഇതാ പൊങ്ങി വരുന്നുണ്ട് ഇടയ്ക്ക്. ഇതാ എല്ലാത്തിലും ഫിഷ് കിടക്കുന്നുണ്ട്. ഇതിൽ മലേഷ്യൻ വാളയാണ് കിടക്കുന്നത്. ഇനി അങ്ങേയറ്റം വരെ ഉണ്ട്. ഞാൻ എല്ലായിടത്തും ഒന്ന് ഓടിച്ചു പോയി കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് IMF സൊസൈറ്റിയുടെ യൂട്യൂബിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. പക്ഷേ ബയോഫ്ലോക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, അതെങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതെങ്ങനെ ഫ്ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് IMF സൊസൈറ്റിയിൽ നിന്ന് കിട്ടും. ഇൻഫർമേഷൻസ് ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ എടുത്തു പോവുകയാണ്. ഇതാ അവിടെ വരെയുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഇതെത്ര ടാങ്ക് ഉണ്ടെന്ന് എണ്ണി നോക്കാനായിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 40 60 ടാങ്കുകളാണ് ഇതുള്ളത്. 60 ടാങ്കിലാണ് ബയോഫ്ലോക്കിൽ മത്സ്യങ്ങൾ വളരുന്നത്. വളരെ സുന്ദരമായ കാഴ്ച. 60 പോണ്ടുകളിൽ ബയോഫ്ലോക്കിൽ മത്സ്യങ്ങൾ വളരുന്നതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസിനും കുറവ് വരുത്തരുത്. കാരണം ബയോഫ്ലോക്ക് ഏറ്റവും നല്ല സിസ്റ്റമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാനായിട്ട്. നമ്മളിത് എല്ലാ ഫാർമേഴ്സിനും ഇംപ്ലിമെൻറ്റ് ചെയ്തു തരും. അവർക്ക് ട്രെയിനിങ് തരും, അവരെല്ലാം പഠിപ്പിക്കും. ഒരു തൊഴിൽ സ്വന്തമായിട്ട് കണ്ടെത്താനായിട്ട് ഇതുകൊണ്ട് നമുക്ക് കഴിയും. ബയോഫ്ലോക്കിലൂടെ വളരെ കുറഞ്ഞ ചിലവിൽ മത്സ്യത്തെ വളർത്താൻ പറ്റും. അതെല്ലാം നിങ്ങളെ പഠിപ്പിക്കുക എന്ന ദൗത്യത്തോടു കൂടി ഇൻ്റഗ്രേറ്റഡ് മോഡേൺ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായ ഞാനും, അതുപോലെ തന്നെ ഗ്ലോബൽ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റ്, ഇവരൊക്കെയാണ് ഇവിടെ ഇന്തോനേഷ്യയിൽ വിസിറ്റ് ചെയ്യുന്നത്. ഇന്തോനേഷ്യയിലെ സുക്കാഭൂമി എന്ന ഈ സ്ഥലത്തിന്, സുക്കാഭൂമി എന്ന് പറഞ്ഞാൽ അതായത് ഡ്രൈ ലാൻഡ് എന്നാണ് അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പറഞ്ഞത് അങ്ങനെയാണ്. ഇനി കറക്റ്റാണോ അല്ലേ ശരി നോക്കാം നമുക്ക്. ഇതെല്ലാം നിങ്ങളെ കാണിച്ചു തരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്നും വർഗീസ് പെരുമ്പാവൂർ. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. അടുത്ത ഏരിയയിലും ഇതുപോലെ തന്നെ പോണ്ടുകളുണ്ട്. നമുക്ക് പോയി കാണാം.